Hi everyone, wishing you a wonderful day ahead. Welcome to Easy German Hub. Learn German simply and effectively. Hi, I am Benjamin. ഇത് ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ജർമ്മൻ ഭാഷ പഠിക്കാൻ ഞാൻ സഹായിക്കാം. നിങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ഈ യാത്രയിൽ കൂടെ കൂടാം. നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ചാനലിലൂടെ ജർമ്മൻ ഭാഷയെക്കുറിച്ച് മനസ്സിലാക്കാൻ, സംസാരിക്കാൻ, എഴുതാൻ, വായിക്കാൻ നിങ്ങൾക്ക് സഹായം ലഭ്യമാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. A1 മുതൽ B2 വരെയാണ് നമ്മൾ ഈ ചാനലിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ജർമ്മൻ ഭാഷ എന്താണ് എന്നുള്ളതാണ്. ജർമ്മൻ ഭാഷ ഒരു പടിഞ്ഞാറൻ ജർമ്മനിക് ഭാഷയാണ്. പ്രധാനമായും യൂറോപ്പിൽ ഏറ്റവും അധികം സംസാരിക്കപ്പെടുന്ന ഭാഷകളിൽ ഒന്നാണ് ജർമ്മൻ ഭാഷ. കൂടാതെ കോടിക്കണക്കിന് ആളുകൾ ജർമ്മൻ ഭാഷ ഒരു സെക്കൻഡ് ലാംഗ്വേജായി പഠിക്കുന്നു. ജർമ്മൻ ഭാഷ സമൃദ്ധമായ വാക്കുകളാലും സങ്കീർണമായ ഗ്രാമറും ഉള്ളതാണ്. യുണീക്കായിട്ടുള്ളൊരു ഉച്ചാരണ ശൈലിയാണ് ജർമ്മൻ ഭാഷയ്ക്കുള്ളത്. ഇത് പഠിക്കുവാനും ഇതിലൂടെ മനോഹരമായ ഒരു അനുഭവമാക്കി തീർക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ്. ജർമ്മൻ ഭാഷയിൽ നമുക്ക് പ്രധാനമായും 4 കേസുകളാണ് പഠിക്കാനുള്ളത്: നോമിനാറ്റീവ്, അക്കുസാറ്റീവ്, ഡാറ്റീവ് ആൻഡ് ഗെനിറ്റീവ്. ജെൻഡർ നൗൺസ് ജർമ്മനിൽ അറിയപ്പെടുന്നത് മസ്കുലിൻ, ഫെമിനിൻ, ന്യൂട്രൽ എന്നുള്ള 3 രീതിയിലാണ്. വൈ ഷുഡ് വി സ്റ്റഡി ജർമ്മൻ? നമ്മൾ ജർമ്മൻ പഠിക്കുന്നതിലൂടെ ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങളിൽ കരിയർ അവസരങ്ങൾക്ക് പ്രവേശനം തുറക്കുകയാണ്. ജർമ്മൻ ഭാഷയിലൂടെ നമുക്ക് ഹയർ സ്റ്റഡീസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് ജർമ്മനിയിൽ കിട്ടുന്ന PR, ഇതിനൊക്കെ ജർമ്മൻ ഭാഷാ പ്രാവീണ്യമാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഇമ്പോർട്ടൻ്റ് ഇൻ സ്റ്റഡിയിങ് ദി ജർമ്മൻ ലാംഗ്വേജ്? ജർമ്മൻ ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിൻ്റെ ഗ്രാമർ, ജർമ്മൻ വൊക്കാബുലറി നമുക്ക് പറ്റുന്നത്രയും മാക്സിമം നമ്മൾ പഠിക്കണം. പിന്നെ സംസാരിക്കാനും ജർമ്മൻ ഭാഷ കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളും കൂടാതെ സ്ഥിരമായി നമ്മൾ പ്രാക്ടീസും ചെയ്യേണ്ടി വരും. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ഇൻ ജർമ്മൻ? ജർമ്മൻ ഭാഷയെ 6 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: A1, A2, B1, B2, C1, C2. ഓരോ മൊഡ്യൂളിലേക്ക് കടക്കും തോറും ഭാഷയുടെ കാഠിന്യം കൂടി വരും. A1, A2യിലൂടെ കൂടുതലായും ബേസിക് ജർമ്മൻ ഭാഗങ്ങളും അതിനുശേഷം നമ്മൾ കൂടുതലായും ഗ്രാമർ ഭാഗങ്ങളിലുമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. A1യിലൂടെ നമ്മൾ ബേസിക് ജർമ്മനാണ് പഠിക്കുന്നത്. അടിസ്ഥാന ആശംസകൾ, എളുപ്പത്തിലുള്ള വാക്യങ്ങൾ, സ്വയം പരിചയപ്പെടുത്തൽ, ആൽഫബറ്റ്സ് ആൻഡ് നമ്പേഴ്സ്, ദൈനംദിന വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കൽ, ഇതൊക്കെയാണ് നമ്മൾ A1യിലൂടെ നോക്കാൻ പോകുന്നത്. A1ന് ശേഷമുള്ള രണ്ടാമത്തെ ഭാഗമാണ് A2. A2വിൽ നമ്മൾ കുറച്ചുകൂടി ഡെവലപ്പ് ആകും. ഗ്രാമർ ഭാഗങ്ങളുടെ ചെറിയൊരു തുടക്കവും അടിസ്ഥാന സംഭാഷണങ്ങളുടെ വികസിപ്പിക്കലും, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുക, ഷോപ്പിംഗ്, യാത്ര, കൂടിക്കാഴ്ചകൾ പോലുള്ള എളുപ്പപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും. B1യിലൂടെ നമ്മൾ ജർമ്മൻ ഭാഷയുടെ മധ്യസ്ഥാനത്തിലേക്കാണ് കടക്കുന്നത്. കൂടുതൽ സങ്കീർണമായ സംഭാഷണങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ് മെച്ചപ്പെടുത്തുക, പദ്ധതികളെയും ഭാവി കാര്യങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യുക, ദീർഘമായ ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ എളുപ്പത്തിലുള്ള ചെറിയ വീഡിയോ ഫയലുകൾ മനസ്സിലാക്കുക. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ജർമ്മൻ ഭാഷയുടെ B2 മൊഡ്യൂളാണ്. B2 മൊഡ്യൂളിലൂടെ നമ്മൾ ജർമ്മൻ ഗ്രാമർ ഭൂരിഭാഗവും പഠിച്ചു കഴിയുകയും ജർമ്മൻ ഭാഷ സുഗമമായി സംസാരിക്കാനുള്ള ഒരു ലെവലിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ജർമ്മൻ ഭാഷയുടെ അടുത്ത ഭാഗമാണ് C1. സുഗമമായ രീതിയിൽ നമ്മൾ നമ്മുടെ മാതൃഭാഷ സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് ജർമ്മൻ ഭാഷ സംസാരിക്കാൻ കഴിയുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ ഇതിലൂടെ എത്തിച്ചേരും. ജർമ്മൻ ഭാഷയുടെ അടുത്തതും അവസാനത്തേതുമായ ഭാഗമാണ് C2. ഇതിലൂടെ നമ്മൾ ജർമ്മൻ ഭാഷയിൽ ജർമ്മനിയിലുള്ളവരുടേതിന് സമാനമായ രീതിയിലുള്ള പ്രാവീണ്യമാണ് നേടുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ജർമ്മൻ ഭാഷ പഠിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിന് പ്രധാനമായും 3 മാർഗങ്ങളാണ് ഉള്ളത്. ആദ്യമായി നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി പഠിക്കാവുന്നതാണ്. ഗോയിത്തയുടെ അംഗീകാരമുള്ള സ്ഥാപനങ്ങൾ ട്രിവാൻഡ്രത്തും കൊച്ചിയിലും നമുക്ക് അവൈലബിൾ ആണ്. അടുത്തതായി നമുക്ക് ഒട്ടേറെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് ജർമ്മൻ ഭാഷ പഠിക്കാൻ. ഡ്യുവോലിംഗോ പോലുള്ള ആപ്ലിക്കേഷൻസും ഒട്ടനവധി യൂട്യൂബ് കോഴ്സസും ഈ കാലത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് കേരളത്തിൽ ഒട്ടേറെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ഒട്ടനവധി സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. ഇതുപോലുള്ള പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയായി നമുക്ക് നമ്മുടെ അടുത്തുള്ളതും സൗകര്യമുള്ളതുമായ സ്ഥലത്ത് നിന്ന് ജർമ്മൻ ഭാഷ പഠിച്ചിറങ്ങാവുന്നതാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ജർമ്മൻ ഭാഷ പഠിക്കാൻ ആവശ്യമായ ഫീസ് സ്ട്രക്ചറാണ്.
For A1 8,000, A2 12,000, B1 16,000, B2 20,000, C1 30,000, C2 35 to 40,000. ഇതാണ് നമുക്ക് ജർമ്മൻ ഭാഷ പഠിക്കാൻ ആവശ്യമായി വരുന്ന ആവറേജ് ഫീ സ്ട്രക്ചർ. ആരും മറക്കരുതേ, ഓരോ സ്ഥാപനങ്ങളിലും ട്യൂഷൻ ഫീ വ്യത്യാസപ്പെട്ടിരിക്കും. ഇത് കൂടാതെയാണ് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ, ട്രാവൽ ആൻഡ് ഹോസ്റ്റൽ ഫീ ഒക്കെ വരുന്നത്. ഓൾ റൈറ്റ്, ലെറ്റ്സ് റാപ്പ് ദ വീഡിയോ. ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ വൺസ് അഗെയിൻ. ആദ്യം പറഞ്ഞതുപോലെ ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോയാണ്. എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ നമ്മൾ A1 മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി ആരും മറക്കരുത്. പുതിയ വീഡിയോകൾ കാണുവാനും നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാനും ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ജർമ്മൻ ഭാഷാ പഠനം നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം.